കുളിർക്കാറ്റ് പോലെയാണ് നമുക്ക് ഈ ആ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെടുക എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുക. സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരുടെ പച്ചയായിട്ടുള്ള ഗ്രാമീണ ജീവിതം ഇതൊക്കെ കാണാൻ കഴിയുന്ന ഒരു സിനിമയായിട്ടാണ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു. ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് കാണുന്ന അനഭിലേഷണീയമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ അക്രമത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ അതിപ്രസരത്തിൽ നിന്ന് മാറി മനുഷ്യരുടെ സഹജമായിട്ടുള്ള വികാരങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ആ വൈകാരിക തലം എത്തിക്കുന്ന ഒരു നല്ല ചിത്രമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ചിത്രം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും കാണേണ്ടതാണ് എന്നാണ് എനിക്ക്. ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് 200 പേര് ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ ഇടുന്നത് ഒന്ന് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നടൻ, അതുപോലെ തന്നെ ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ വേറൊരു നടനുണ്ട്. നടിമാർ 2 പേരാണ് നമ്മുടെ ശ്രദ്ധയിൽ വരും. ഇപ്പോൾ മീരാ വാസുദേവൊക്കെ ചെറിയ റോളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ദേവദർശിനി എന്ന് പറഞ്ഞ തമിഴിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നടിയാണ് നായികയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ശ്രുതി ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിത അതിനകത്ത് അഭിനയിക്കും. അതുല്യമായിട്ടുള്ള അഭിനയമാണ് അവർ അതിനകത്ത് കാഴ്ചവെക്കുന്നത് എന്ന് ആദ്യമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയിലെ സംവിധായകനായിട്ടുള്ള തോമസ് സെബാസ്റ്റ്യന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സിനിമയുടെ രചന എന്ന് പറയുന്നത് കവിപ്രസാദ് ഗോപിനാഥ് എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഛായാഗ്രഹണവും നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കാണാതിരിക്കാൻ കഴിയും. വളരെ ഹൃദയകാരിയ പിന്നെ മൂലമറ്റത്തെ രംഗങ്ങൾ, ഗോപി സുന്ദറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് അദ്യാവസാനം നമ്മുടെ മനസ്സിനെ മതിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇതിൽ ഉയർന്നു നിൽക്കുന്നത് ഒരു ഗാനമാണ്. അത് നമുക്ക് കാണാതെയും കേൾക്കാതെയും അതിനെക്കുറിച്ച് പറയാതെയും നമുക്ക് പോകാൻ കഴിയില്ല. കാരണം നമുക്കറിയാം ഇന്നത്തെ സിനിമയിലെ ഗാനങ്ങളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. പറഞ്ഞ പോലെ വളരെ അരോചകമായി വളരെ വികൃതവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് നമ്മുടെ സിനിമകളിലുള്ളത് എന്ന് നമുക്കറിയാം. ആ സ്ഥാനത്ത് നമുക്കൊരിക്കലും കേട്ടാൽ മറക്കാത്ത ഒരു ഗാനമാണ് ലീല ജോസഫ് ഈ സിനിമയിൽ 2 സ്ഥലത്തായി പാടിയിരിക്കുന്നത്. ഈ സിനിമയെ നമ്മൾ കാണുകയും കണ്ട് ഇതുപോലുള്ള സിനിമകളെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ പൊതുമണ്ഡലത്തിൻ്റെ ഒരാവശ്യമാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാൻ.